ആത്മാവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിന് വീണ്ടും ഒരു പുതുജീവൻ കിട്ടുന്നത് അവനെ സൃഷ്ടിച്ച ദൈവം അവനിലേക്ക് തന്നെ തൻ്റെ ജീവൻ നിശ്വസിച്ചെങ്കിലേ അവൻ്റെ ആത്മാവിന് ജീവൻ പ്രാപിക്കത്തുള്ളൂ. ആ ജീവൻ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വചനം ആകുന്ന ദൈവത്തിൻ്റെ ജീവൻ തന്നെയായ ഈ വചനം, ദൈവം നിശ്വസിച്ച ഈ വചനം ഒരു മനുഷ്യ വ്യക്തി കേട്ട് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അപ്രകാരമാണ് വീണ്ടും ജനനം സംഭവിക്കുക. ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1-2 വചനങ്ങൾ വായിച്ചാൽ, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഈ വചനം ഒരു ഡിവൈൻ ഇടപെടൽ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കിയാണ്. അതായത് പൂർവകാലങ്ങളിൽ, പഴയ നിയമകാലത്ത് പൂർവകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ പ്രവാചകന്മാർ വഴി സംസാരിച്ചിട്ടുണ്ട് എന്ന് ബൈബിള് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി യേശുക്രിസ്തു വന്നതിന് ശേഷമാണ് 2-ാമത്തെ വചനം പറയുക, എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ദൈവം സംസാരിക്കാനായിട്ട് ആദ്യം യേശുവിൻ്റെ വരവിന് മുമ്പ് പ്രവാചകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചുവെന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അവസാന കാലത്ത് യേശുവിലൂടെ സംസാരിക്കുന്നു. യേശുക്രിസ്തു വന്ന് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഈ വചനങ്ങൾ തുടർന്ന് സംസാരിക്കാനായിട്ട് ഭാരമേൽപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ കേട്ടിട്ട് വിശ്വസിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സ്നാനപ്പെടണം, അതിൽ പറഞ്ഞനുസരിച്ച് മുഴുവനും ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ എന്ന് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. ഇന്ന് യേശു നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരുൾപ്പെടുന്ന സഭയിലൂടെയാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുവിൻ്റെ സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയാണ്. വെറുതെ ഏതെങ്കിലും സഭയാണെന്ന് മനുഷ്യൻ വിളിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൽ ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ നാമത്തിൽ ഒരംഗത്വം ലഭിക്കുന്നതല്ല യേശു അംഗീകരിക്കുന്ന സഭ. യേശു അംഗീകരിക്കുന്ന സഭ യേശുവിൻ്റെ വചനം കേട്ട് ആ വചനമനുസരിച്ച് ജീവിച്ച് യേശു കൊടുത്ത ദൗത്യമാകുന്ന സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ട് യേശു ചെയ്ത അതേ പ്രവൃത്തി ദൈവരാജ്യം പ്രസംഗിച്ചും രോഗികളെ സൗഖ്യമാക്കിയും പിശാചുക്കളെ പുറത്താക്കിയും അങ്ങനെ പോകുന്ന ഒരു ശിഷ്യന്മാരുടെ കൂട്ടായ്മയാകുന്ന സഭയിലൂടെയാണ് ഇന്ന് ദൈവം സംസാരിക്കുക. അതിന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഭയെയാണ് സാവൂളായിരുന്ന, യഹൂദനായിരുന്ന, യഹൂദ മതത്തിലെ വലിയ ഭക്തനായിരുന്ന, അറിയപ്പെട്ടിരുന്ന സാവൂൾ എന്ന വ്യക്തി അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ കൂട്ടായ്മയാകുന്ന സഭയെയാണ് പീഡിപ്പിച്ചതും അവരെ ജയിലിലടച്ചതും കൊന്നുകളഞ്ഞതും. ആ വ്യക്തി, യേശുവിനെതിരെ വന്ന വ്യക്തി, മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അവനും യേശുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയിലെ ഒരു അംഗമായി. ആ സഭയിലുള്ള ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ ശ്രവിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, പൗലോസിനെയും ബാർനബസിനെയും എൻ്റെ ജോലിക്കായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ ആ ശിഷ്യന്മാര് പ്രാർത്ഥിച്ച് പൗലോസിനെയും, നേരത്തെ സഭയെ പീഡിപ്പിച്ച ഈ പൗലോസിനെയും തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് വേർതിരിച്ചു. ആ പൗലോസ്
ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചു, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി, അനേകം സഭകൾ സ്ഥാപിച്ചു. ആ പൗലോസ് കൊറിന്ത്യക്കാർക്ക് 2-ാമത്തെ ലേഖനത്തിൽ മറ്റൊരു സത്യം പറയുന്നുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ്. വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങളിലൂടെ ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അനുരഞ്ജപ്പെടുക. അപ്പോൾ ഇന്നായിരിക്കുന്ന സഭയിലൂടെ ദൈവം സംസാരിക്കുന്നു. എപ്രകാരം സംസാരിക്കുന്നു? പുതിയ പുതിയ വെളിപാടുകളിലൂടെ അല്ല. ദൈവം പ്രവാചകന്മാരിലൂടെ യേശുവിൻ്റെ വരവിന് മുമ്പ് സംസാരിച്ച ദൈവം, യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം യേശുവിലൂടെ സംസാരിച്ച ദൈവം ഇന്ന് സഭയിലൂടെ സംസാരിക്കുന്നത് അന്ന് പഴയ നിയമത്തിലൂടെ കാണുന്ന പ്രവാചകന്മാർ വഴി സംസാരിച്ച വചനമാണ്. പുതിയ നിയമത്തിൽ യേശുവിലൂടെ സംസാരിച്ച വചനമാണ്. അതിനുശേഷം ആദിമ സഭയിൽ ആ സഭ ആരംഭിച്ചപ്പോൾ പത്രോസും പൗലോസും അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ സംസാരിച്ച വചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വചനത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ യഥാർത്ഥ സഭയിലുള്ളവരെ ഉപയോഗിച്ച് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനത്തിന് പുറത്ത്, ഈ വചനത്തിൽ ആയിട്ട് ബന്ധപ്പെടാതെ, ഈ വചനവുമായിട്ട് അഗ്രി ചെയ്യാത്ത ഒരു കാര്യം ആര് സംസാരിച്ചാലും അതിന് സ്വർഗത്തിലെ സർട്ടിഫിക്കറ്റ് കാണത്തില്ല. യേശു സംസാരിക്കുന്നത് എഴുതപ്പെട്ട വചനത്തിലൂടെയാണ്. ആ എഴുതപ്പെട്ട വചനം മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇന്ന് കർത്താവായ യേശു അനേകരെ ഉപയോഗിക്കുന്നു. ആരാണ് ഈ അനേകരെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുവിൻ്റെ വചനമനുസരിച്ച്, ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനമനുസരിച്ച് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഈ വചനമനുസരിച്ച് ജീവിക്കുന്ന അവരെ മാത്രമേ ശിഷ്യന്മാരായിട്ട് കരുതുന്നുള്ളൂ. അങ്ങനെയുള്ള ശിഷ്യന്മാരെയാണ് യേശു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുക. അതുകൊണ്ട് അതുമാത്രമേ യേശുവിൻ്റെ സഭയുള്ളൂ. ആ സഭയിലുള്ള ആ ശിഷ്യന്മാര് ഈ വചനത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇന്ന് ദൈവം ഉപയോഗിക്കുന്നു. ആ കൂട്ടത്തിൽ ദൈവകൃപയാൽ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പം പ്രിയപ്പെട്ടവരെ, എൻ്റെതായിട്ടൊന്നും സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. എൻ്റെ ബോധ്യങ്ങളോ എൻ്റെ കാഴ്ചപ്പാടുകളോ ഞാനായിരുന്ന സംവിധാനത്തിലെ പാരമ്പര്യങ്ങളോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മറ്റു ഭക്തികളോ നേർച്ച കാഴ്ചകളോ ഇവിടെ ഇല്ലാത്ത ഒന്നും സംസാരിക്കാനുള്ള അവകാശം എനിക്കില്ല. അങ്ങനെ ഞാൻ സംസാരിച്ചാൽ ഞാൻ നുണയനാണ്. എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ എഴുതപ്പെട്ട വചനം നിങ്ങളോട് സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകം അഭിഷേകം ചെയ്യും.